ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. സൂഫിയാക്കൾ കാലത്തിനൊപ്പം കോലം മാറാതെ ഇലാഹി സ്മരണയിൽ ലയിച്ചു ചേർന്നവർ. ആദ്യകാലം മുതലേ സൂഫിയാക്കൾ അനുവർത്തിച്ചു വരുന്നൊരു കാര്യമാണല്ലോ വഴിക്കേടത്തിലാക്കി വയ്ക്കുന്ന വഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ സതുപദേശം നൽകി ഇലാഹി സ്മരണയിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. അത്തരത്തിലുള്ള ഇലാഹി സ്മരണയെ ഇലാഹി അനുരാഗത്തെ ചാലിച്ചു എഴുതിയ ഹാജി അബ്ദുൾ റസാഖ് മസ്താന്റെ ബിരുദത്തിൽ നിന്നും ഒരൽപ്പം നമുക്ക് കേട്ടു നോക്കാം ഇൻഷാ അല്ലാഹ്. അഞ്ചില്ലമർന്നിടടാ അകം വെളിവാക്കിടടാ അഞ്ചില്ലമർന്നിടടാ അകം വെളിവാക്കിടടാ അഞ്ചില്ലമർന്നിടടാ അകം വെളിവാക്കിടടാ അരില്ലടങ്ങട അതിലാടട അത് നേടടാ അഹദോനെ ആദരിച്ചാനന്ദം കൊള്ളടാ അഹദോനെ ആദരിച്ചാനന്ദം കൊള്ളടാ അഞ്ചില്ലമർന്നിടടാ. ഹാജി തുടങ്ങുന്നത് അഞ്ചാകുന്ന ഇസ്ലാം കാലത്തിൽ അടങ്ങി ആറാകുന്ന ഇമാം കാലത്തിൽ അമർന്ന് അതിലുള്ള നിഗൂഢതകളെല്ലാം നേടി പരമപൊരുളിന്റെ പരമാനന്ദത്തിൽ നീ ലയിച്ച് ആനന്ദം കൊള്ളട എന്നാണ്. കൊഞ്ചിടല്ലകിന്ത ദുനിയാവിടം കൊഞ്ചിടല്ലകിന്ത ദുനിയാവിടം കോലം മാറിടുമുൻ ഓർത്തിടൂകൂളിടം കോലം മാറിടുമുൻ ഓർത്തിടൂളിടം കൊതിയെങ്ങും കുൽകുവല്ലായിട് അഹദോനെ ആദരിച്ചാനന്ദം കൊള്ളടാ അഹദോനെ ആദരിച്ചാനന്ദം കൊള്ളടാ അഞ്ചില്ലമർന്നിടടാ. ലോകപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നതായി കാണാം. ഈ ദുനിയാവ് എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജയിലറിയാണ്, ഒരു അവിശ്വാസിയുടെ സ്വർഗവുമാണ്. അത്തരത്തിലുള്ള ദുനിയാവ് കൊഞ്ചിടല്ല, മതിമറന്ന് ആർമാദിക്കല്ല. നീയാകുന്ന ഈമാൻ സബിണ്ടും കോലം മാറി മയ്യത്തായി തന്നെ നാലേക്ക് മടങ്ങുമെന്നത് തീർച്ചയാണ്. കാരണം കുൽനഫ്സിൻ മൗത്ത് എന്നാണല്ലോ ഖുർആനിക അധ്യാപനം. അതുകൊണ്ട് മോനെ നീ ഹൂളിടുമെന്ന് പറഞ്ഞാൽ ഹൂ ആകുന്ന അള്ളാഹുവിനെ ഓർത്തോ എന്നാണ് ഹാജമോട് ഓർമ്മപ്പെടുത്തുന്നത്. മാത്രമല്ല നിന്റെ കൊതികളെല്ലാം കുൽഹുല്ലാഹിലായിട്ട്, അതായത് കുൽഹുല്ലാഹു അഹദ് എന്നാണല്ലോ. അഹദായ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നിന്റെ ജീവിതം അത്രയും മുന്നോട്ട് കൊണ്ടുപോയിക്കോ എന്നാണ് ഹാജമോട് ഉപദേശിക്കുന്നത്. ഹാജ് തുടരുകയാണ്. അലിഫ് ലാം മീം മദ് മറ കണ്ടടാ അലിഫ് ലാം മീം മദ് മറ കണ്ടടാ അതിലടങ്ങിയതും അറിந்து പാരുങ്കടാ അതിലടങ്ങിയതും അറിந்து പാരുങ്കടാ അറിവേകാൻ ഉറബിയിൽ കൂടടാ അഹദോനെ ആദരിച്ചാനന്ദം കൊള്ളടാ അഹദോനെ ആദരിച്ചാനന്ദം കൊള്ളടാ. അലിഫായ അള്ളാഹുവിനേക്കും മീമായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ മറന്നു കളയല്ലേ. കാരണം ഈ ലോകം പടക്കാൻ കാരണക്കാരാണ് മുത്തായ മുസ്തഫ തങ്ങൾ. അതുപോലെ തന്നെ ഈ ലോകം പടച്ചവരാണ് അല്ലാഹു സുബ്ഹാനഹു തആല. മാത്രമല്ല അലിഫ് മീമി എന്നീ രണ്ട് അക്ഷരങ്ങൾ ഈ ലോകമത്രയും ഈ ലോകത്തുള്ള നിഗൂഢതകളത്തെയും അല്ലാഹു സുബ്ഹാനഹു തആല ഒളിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ അറിയാനും മുത്തായ മുസ്തഫ തങ്ങൾ അടുത്തു മനസ്സിലാക്കാനും നിങ്ങൾ ആത്മീയ ഗുരുക്കളെ സമീപിക്കുക. അല്ലാത്ത പക്ഷം ഇടയില്ലാത്ത ആട്ടിമക്കളെ പോലെ അലന്നെ തിരിഞ്ഞടക്കുമെന്നാണ് ഹാജമോട് ഓർമ്മപ്പെടുത്തുന്നത്. സമാനമായ ഇലാഹി സ്മരണയിൽ ചാലിച്ചെത്തിയ മറ്റൊരു വിധം കൂടെ നമുക്ക് പരിചയപ്പെടാം ഇൻഷാ അല്ലാഹ്. അല്ലാഹൊന്നാണെന്നോർത്ത് രസിക്കടാ അഹ്ലു ഹഖിൽ നീ ചേരാൻ സബബാണടാ അഹദിലീമാൻ ഉറപ്പിക്കാൻ വേണടാ അഹ്മദില്ലാദഹദി നീ ചേരൂലടാ ആണെന്നോർത്ത് രസിക്കടാ അഹ്ലു ഹഖിൽ നീ ചേരാൻ സബബാണടാ അഹദിലീമാൻ ഉറപ്പിക്കാൻ വേണടാ അഹ്മദില്ലാദഹദി നീ ചേരൂലടാ. അള്ളാഹുവിനേക്ക് എത്താനുള്ള ഏക വഴിയാണ് മുത്തായ മുസ്തഫ തങ്ങൾ. ആ മുത്തായ മുസ്തഫ തങ്ങളെ കൂടെ അല്ലാതെ നിനക്ക് അല്ല എനിക്ക് അല്ലാതെ മറ്റാർക്കും കഴിയില്ല, അതിനൊക്കെ കഴിയുമില്ല എന്നാണ് ഹാജമോട് ഉപദേശിക്കുന്നത്. ഹാജി തുടരുകയാണ്. തന്നെ തിരിഞ്ഞാൽ തിരിഞ്ഞടാ തന്നെ തിരികും പൂതി വേണ്ടടാ തന്നെ തിരിവാളർക്കാകി കൊടുക്കടാ താഴ്മയില്ലെങ്കിൽ തെണ്ടും മുറപ്പെടാ തന്നെ
തിരിഞ്ഞാൽ തിരിഞ്ഞടാ, തന്നെ തന്നെ തിരിയും പൂതി വേണ്ടടാ, തന്നെ തിരിവാളർക്കായി കൊടുക്കടാ, താഴ്മയില്ലെങ്കിൽ തെണ്ടും മുറപ്പെടാ. നിന്റെ കാഴ്ച, നിന്റെ കേൾവി, നിനക്ക് തോന്നുന്ന എല്ലാം അള്ളാഹുവിനുള്ളതാണെന്ന് നീ പരമബോധത്തുകൂടെ നീ നിന്നെ അറിയാൻ ശ്രമിക്കുക. നിനക്ക് നീ ആരെന്നറിഞ്ഞാൽ ഹക്കായ അള്ളാഹുവിനെ അറിയാൻ. അള്ളാഹുവിന്റെ മുമ്പിൽ നീ തോന്നൽ മാത്രമാണെന്ന് അറിയും. ഇത്രമേൽ മനോഹരമാണ് ഈ വരികൾ. ഈ വരികൾ വാദബുകളുടെ അകമ്പടി സേവിക്കാതെ കച്ചവടക്കൊണ്ടിരിക്കുന്ന സൂഫിയാന കലാബിൽ നിന്നും പൂർണ്ണമായി മുക്തി നേടി ഇതിന്റെ തനതായ ശൈലിയാൽ തുരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.